ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ കോളേജിലെ മക്കളാണെങ്കിലും പുറത്തുനിന്നുള്ള കുട്ടികളാണെങ്കിലും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നു പി പി ടി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, സ്ലൈഡ് തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു സെക്കൻഡ് മൊഡ്യൂളിലാണെന്ന് തോന്നുന്നു. സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് പോളിടെക്നിക് കോളേജിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 1 എന്നാണ് പേപ്പറിൻ്റെ പേര്. സോ ആ പേപ്പറിൽ സെക്കൻഡ് മൊഡ്യൂളുമായിട്ട് റിലേറ്റ് ചെയ്തൊരു PPT സ്ലൈഡ് പ്ലസ് റൈറ്റിങ് നിങ്ങൾക്ക് വരും. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ എന്താണ് PPT അറിയാമല്ലോ. പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ നമ്മൾ സ്ലൈഡ് തയ്യാറാക്കുക. നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ PPT സ്ലൈഡ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമുക്കത് ഫോണിൽ പോലും അവൈലബിൾ ആണ് PPT ഉണ്ടാക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സാമിന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കമ്പ്യൂട്ടറും ഫോണൊന്നും അല്ല നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ മുന്നിൽ പേപ്പറാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ പേപ്പറിലും ഓരോ സ്ലൈഡാക്കിയിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊന്നും പോസിബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ പോസിബിളാകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഞാനിവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു ബോക്സിനുള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പേജാണ്. പക്ഷേ എക്സാമിന് നമ്മൾ ഒരു പേജിൽ തന്നെ ഇങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ട്, ഇതിപ്പോൾ ഒരു ബോക്സ് ആക്കി ഇട്ടു, അടുത്ത സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ബോക്സ്, അടുത്തത് വേറൊരു ബോക്സ്. ചിലപ്പോൾ എത്ര സ്ലൈഡ് ഉണ്ടാക്കണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് സ്ലൈഡ് ഉണ്ടാക്കണ്ടോ. അപ്പോൾ ഒരു സ്ലൈഡിന് 1 മാർക്ക്, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 സ്ലൈഡൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി അഥവാ 5 6 ആയാലും കുഴപ്പമില്ല, 7 ആയാലും കുഴപ്പമില്ല. ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇനി എന്താണെന്ന് ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ ലാംഗ്വേജ് ശ്രദ്ധിക്കണം. ലാംഗ്വേജ് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യണം. പിന്നെ പോയിൻ്റ് വൈസ് ആയിട്ടായിരിക്കണം മീൻസ് കണ്ടൻറ്റ് എഴുതേണ്ടത്. അല്ലാതെ പാരഗ്രാഫ് വൈസിനേക്കാളും പോയിൻ്റ് വൈസ് ആയിട്ടാണ് കൂടുതൽ നല്ലത്. ഇനി ചില സ്ലൈഡുകളിൽ നമുക്ക് പിക്ചർ കൊടുക്കാം. മീൻസ് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴാണ് ഗ്രാഫ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സ്ലൈഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഓരോ സ്ലൈഡും കണക്റ്റഡ് ആയിരിക്കണം. ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ സബ്ജക്റ്റ് കണക്റ്റഡായി പോകാനുള്ളൊരു റിലേറ്റഡ് ആയിരിക്കണം. അല്ലാതെ ഒരു സ്ലൈഡ് കഴിഞ്ഞ് എൻ്റയർലി ഡിഫറെൻ്റ് ആയുള്ളൊരു കാര്യം അടുത്ത സ്ലൈഡിൽ എന്ന സാഹചര്യത്തിൽ പറയാം. പക്ഷേ കണക്റ്റഡായിട്ട് പോകാനുള്ളൊരു ടെൻഡൻസിയും കൂടെ ഉണ്ടാവണം. അപ്പോൾ സെൻറ്റൻസ് ക്ലിയർ ആയിരിക്കണം. പിന്നെ സ്ലൈഡ് തുടങ്ങുന്നത് സ്ലൈഡ് 1 എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് എന്താണോ ടൈറ്റിൽ, എന്താണോ ടോപ്പിക്ക് തരുന്നത്, ആ ടോപ്പിക്ക് തന്നെയായിരിക്കണം സ്റ്റാർട്ടിങ്. മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു പവർ പോയിൻ്റ് സ്ലൈഡിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈബർ ക്രൈം ആൻഡ് സെക്യൂരിറ്റിയാണ് സബ്ജക്റ്റ്. സൈബർ ക്രൈം ആൻഡ് സെക്യൂരിറ്റി അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഒരുവിധം നല്ലൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നിങ്ങളുടെ മീഡിയ മാറ്റേഴ്സ് എന്നുള്ള പേപ്പർ മൊഡ്യൂളിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് സൈബർ ക്രൈം ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളത്. അപ്പോൾ ടൈറ്റിൽ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം നിങ്ങൾ എഴുതുമ്പോൾ. ഇനി അടുത്ത ബോക്സിൽ നമ്മൾ കണ്ടൻറ്റ് കൊടുത്തു. എന്തൊക്കെയാണ് ഇതിലുള്ളത്, നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്, കണ്ടൻറ്റ് എന്തൊക്കെയാണ് വേണ്ടത്. അതിൽ ഞാൻ ഇവിടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള സ്ലൈഡുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ഈ കണ്ടൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി കൊടുക്കുന്നതിൽ നല്ലത്. നമ്മൾ PPT സ്ലൈഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടൻറ്റ് കൊടുക്കാറുണ്ട്. സോ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈംസ് രണ്ടാമത്തത്, അടുത്തത് കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈംസ്, ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് ത്രെട്ടൻസ് നാഷണൽ സെക്യൂരിറ്റി. അവിടെ സെക്യൂരിറ്റീൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. സൈബർ സെക്യൂരിറ്റി, അഡ്വാൻറ്റേജസ് ഓഫ് സൈബർ സെക്യൂരിറ്റി, സേഫ്റ്റി ടിപ്സ് ടു സൈബർ ക്രൈം, സൈബർ ലോ ഓഫ് ഇന്ത്യ, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡുകളിലുള്ളത് എന്നാണ് കണ്ടൻറ്റ് കൊടുത്തിരിക്കുന്നത്.
അടുത്ത ഇൻട്രഡക്ഷനാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. ഇപ്പോൾ സൈബർ ക്രൈമാണ്, സൈബർ ക്രൈം എന്താണെന്നുള്ളത്. ഈ മൊബൈൽ ഫോൺ ആണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രഡക്ഷനിൽ മൊബൈൽ ഫോണിൻ്റെ കാര്യം നമുക്ക് കൊടുക്കാം. ഇനി എന്താണ് യൂസേജ് ഓഫ് ഇൻ്റർനെറ്റ് അല്ലെ എന്താ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ രീതിയിൽ ഇൻട്രഡക്ഷൻ മാറും. ഇവിടെ എന്താണ് സൈബർ ക്രൈം എന്നുള്ളത് എന്താണ്? സൈബർ ക്രൈം ഈസ് എൻ ആക്ടിവിറ്റി ഡൺ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉപയോഗിച്ചിട്ടുള്ള എന്താണ് ക്രൈമാണ് സൈബർ ക്രൈം. ഇതൊക്കെ നമുക്കറിയാം. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺലോഫുൾ ആക്ട്സ് വെറിൻ ദ കമ്പ്യൂട്ടർ എയ്തർ ടാർജറ്റ് ഓഫ് ബോത്ത്. അതൊരു അൺലോഫുൾ മീൻസ് എന്താണ്, ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ദെൻ എന്താണ് ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈം. ഹിസ്റ്ററി അടുത്ത കണ്ടൻറ്റ് കഴിഞ്ഞിട്ട് കണ്ടൻറ്റിൽ പറഞ്ഞല്ലോ, ആദ്യം ഇൻട്രഡക്ഷനാണ്, പിന്നെ ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈം. അപ്പോൾ നമ്മൾ സൈബർ ക്രൈംസ് ആദ്യം ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്നില്ല. ഈ ഒരു കാര്യം കണ്ടില്ലേ, ടോപ്പിക് എന്തായിരുന്നു? സൈബർ ക്രൈം ആൻഡ് സെക്യൂരിറ്റിയാണ്. സൈബർ ക്രൈമും സെക്യൂരിറ്റിയും കൂടെ വരുന്നുണ്ട് അല്ലേ. അതായത് സൈബർ ക്രൈം ഒരു ടോപ്പിക്ക്, സൈബർ ക്രൈമിൻ്റെ ഒപ്പം എന്താണ് അതിൻ്റെ സെക്യൂരിറ്റീൻ്റെ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രൊഡക്ഷനിൽ നമുക്ക് സൈബർ ക്രൈമിനെ കുറിച്ച് പറയാം, എന്താണ് സൈബർ ക്രൈം. പിന്നെ എന്താണ്, പിന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈം. ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ ഹിസ്റ്ററി. അപ്പം നമ്മൾ ഏത് ടോപ്പിക് എടുത്താലും ഒരു ഹിസ്റ്ററി, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഒരു ഹിസ്റ്ററി ഓഫ് സംതിങ്. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് മൊബൈൽ ഫോണാണ് ഹിസ്റ്ററി ഓഫ് മൊബൈൽ ഫോൺ. ഇനി ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടറാണ് അങ്ങനെ എന്താണോ, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ലാപ്ടോപ്പ് അല്ലെ എന്തും. നമുക്കിപ്പോൾ മീഡിയ അല്ലെ സോഷ്യൽ മീഡിയ അല്ലെ ഹിസ്റ്ററി ഓഫ് വാട്സപ്പ് അല്ലെ ഹിസ്റ്ററി ഓഫ് ഫേസ്ബുക്ക്. അപ്പോൾ എന്തിനെക്കുറിച്ചും അതിൻ്റെ ഒരു ഹിസ്റ്ററി, ചരിത്രം നമ്മൾ കുറിച്ചിരിക്കണം. സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രം ഉണ്ടാവണം. ഇനി ഒരു പക്ഷേ നമുക്കറിയില്ല, അതിൻ്റെ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയുന്ന കാര്യം വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മൾ. അങ്ങനെ ഒരു ഹെഡിങ് നിർബന്ധമായിട്ട് കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് എന്നുള്ളത് സൈബർ ക്രൈം എന്നുള്ളത് നമ്മളെ ടോപ്പിക്ക്. ആ ടോപ്പിക്കിനെ ഡീവിയേറ്റ് ചെയ്ത് പോകും കേട്ടോ. എല്ലാത്തിനും ഏതൊരു ടോപ്പിക് എടുത്താലും അതിൻ്റെ ഹിസ്റ്ററി നമ്മൾ സ്ലൈഡിൽ PPT സ്ലൈഡിൽ ഉൾപ്പെടുത്തണം. ഇവിടെ ഞാൻ കണ്ടൻറ്റ് ജസ്റ്റ് വായിച്ചു പോവാണ്, വേറെ നമുക്ക് വേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ചുരുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചുരുക്കാൻ കഴിയണം. ഒരു മിനിറ്റ്. ഹിസ്റ്ററിയിൽ ദ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് സൈബർ ക്രൈം ടുക്ക് പ്ലേസ് ഇൻ 1820. ആ ഇയർ എവിടെയാണ്, ഏത് വർഷമാണ് ആദ്യമായിട്ട് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തത്? ദിസ് ഇസ് നോട്ട് സർപ്രൈസിങ് കൺസിഡറിങ് ദ ഫാക്ട് ദാറ്റ് ദ അബാക്കസ് which is thought to be the earliest form of a computer has been around since 3500 BC. In India, Japan and China, the era of modern computer, however, began with the analytical engine of Charles Babbage. The first spam email took place in 1976 when it was sent out over the ARPANET. The first virus was installed on the Apple computer in 1982 when a high school student, Rich Sketta, developed the EIK clone. സോ എന്താണ് ഹിസ്റ്ററി ഓഫ് സൈബർ ക്രൈം. സൈബർ ക്രൈമിൻ്റെ തുടക്കം എന്തിൽ നിന്ന്, എവിടെ നിന്നാണ് ഇമെയിൽ ടു പ്ലേസ് ചെയ്ത് അവിടെ സെൻഡ്, അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചൊന്ന് പറയുന്നതാണ് ഹിസ്റ്ററി, ചരിത്രം. അത് കഴിഞ്ഞിട്ട് എന്താ കൊടുക്കുന്നത്, കാറ്റഗറി ഓഫ് സൈബർ ക്രൈംസ് തന്നെ. ഇപ്പോൾ എല്ലാത്തിലും നമ്മളെന്താണ്, ഇപ്പം മൊബൈൽ ഫോൺ എടുത്താലും ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ, ഒരുപാട് കാറ്റഗറി ഓഫ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ എടുക്കുക, നമ്മളൊരു മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ഒരുപാട് കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഓരോന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ മൊബൈൽ ഫോണിൻ്റെ ആപ്ലിക്കേഷനൊന്നും നമുക്ക് തീരില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് പേര് വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ എന്താണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യരുതൊരിക്കലും. കാരണം അത് ഒരുപാട് വലുതായിപ്പോയി സ്ലൈഡ്. അതിൻ്റെ പേരുകൾ മാത്രം എഴുതുക. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക് അല്ലെ സോഷ്യൽ മീഡിയ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക് എന്താണെന്ന് എഴുതരുത്. എന്താണ് ഇൻഫർമേഷൻ പാസിങ്ങും മീൻസ് കമ്മ്യൂണിക്കേഷൻ പർപ്പസൊക്കെയാണ്. സോ അങ്ങനെ എന്താണെന്ന് എഴുതാതെ അതിൻ്റെ ഡോട്ടിൻ്റെ അത് ഏതൊക്കെയാണെന്നൊക്കെ എഴുതി പോവുക. അതൊക്കെയാണ് സ്ലൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈംസ് എന്നുള്ളത് പറഞ്ഞത്
We can categorize cyber crimes in two ways. The computer asset charges is computer hacking ആയിട്ടും അല്ലേ. വൈറസ് അതൊന്ന് കമ്പ്യൂട്ടർ ഹാക്കിംഗ്. ദ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ യൂസിങ് ദ കമ്പ്യൂട്ടർ ടു കമ്മിറ്റ് റിയൽ വേൾഡ് ക്രൈംസ്. എക്സാമ്പിൾ സൈബർ ടെററിസം, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ആൻഡ് ഫോണോഗ്രാഫി. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ഇത് സൈബർ ക്രൈംസിനെ എടുത്തിരിക്കുന്നത് കാരണം ഏതൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് സൈബർ ക്രൈംസ് ആയിരുന്നു PPT സ്ലൈഡ് തയ്യാറാക്കാൻ വന്നത്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അല്ല എനിക്കിത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് പറഞ്ഞ മോഡലും കാണിച്ചെന്ന് പോവായിരുന്നു. അതല്ലല്ലോ, നമുക്ക് എന്താണ് ഫുൾ സാറ്റിസ്ഫൈഡ് ആവണ്ടേ, നിങ്ങൾക്ക് കിട്ടി എന്നുള്ള സാറ്റിസ്ഫിക്കേഷൻ എനിക്ക് കിട്ടണ്ടേ. സോ എന്താണ് കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈംസിൽ ഒരു വിഭാഗം എന്നുള്ള ഹാക്കിങ്ങിലൂടെ, പിന്നെ എന്താണ് വൈറസും വോംസും വെച്ചുള്ള അറ്റാക്ക്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് എന്താണ് സൈബർ ക്രൈം എന്ന് വെച്ചാൽ ഈ ഫോണോഗ്രഫി ഇല്ലേ, ഫോണോഗ്രഫി എന്താണ് സൈബർ ടെററിസം, സൈബർ വഴി ടെററിസം ടെററിസ്റ്റ് അവർ ഹാക്ക് ചെയ്തിട്ടുള്ള രീതി. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് മീൻസ് എന്താണ് അതൊരു സൈബർ ക്രൈമായി. ഇപ്പോൾ നമ്മൾ ATM കുറേ ആളുടെ പണം തട്ടിയെടുത്തു എന്നില്ലേ, ATM വടകര ഏരിയ നമ്മുടെ ഏരിയയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു സൈബർ ക്രൈമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈബർ ക്രൈംസ് ആൻഡ് ടോപ്പിക്ക് ഓർക്കണം നമ്മൾ. സൈബർ ക്രൈംസ് ആൻഡ് സെക്യൂരിറ്റിയാണ്. അതെല്ലാം നമ്മൾ ഇൻട്രഡക്ഷനിൽ സൈബർ ക്രൈംസ് കൊടുത്തു, പിന്നെ സൈബർ ക്രൈമിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, പിന്നെ എന്താണ് കാറ്റഗറീസ് ഓഫ് സൈബർ ക്രൈമിലേക്ക് വന്നു. ഇതൊക്കെ തരം സൈബർ ക്രൈം ഉണ്ട്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം അല്ലേ. കാറ്റഗറി വേറെ, ടൈപ്സ് വേറെയാണ്. ഒന്ന് എന്താണ് ആ ടൈപ്സിനെ ഹാക്കിങ്. എന്താണെന്ന് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. ദെൻ എന്താണ് മോട്ടീവ് ബിഹൈൻഡ് ദ ക്രൈം കോൾഡ് ഹാക്കേഴ്സ്. ഈ എന്താണ് ഈ നമുക്ക് ഹാക്ക് ചെയ്യാനുള്ള ഒരു മോട്ടീവ് കൊടുക്കുന്നതിനെയാണ് ഈ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു ക്രൈമിനും എന്താണ് മോട്ടീവ് ഉണ്ടാവും അല്ലേ, നമുക്ക് ചെയ്യാൻ എന്താണ് ഒരു മോട്ടീവ് ഉണ്ടാവും. ഒന്നുകിൽ എന്താണ് നമുക്ക് പൈസയുടെ ആവശ്യം, അല്ലെ വേറെ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെ ഇതൊരു ഹോബിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു മോട്ടീവിൻ്റെ പേര് ഒരു ഹാക്കറായി മാറുന്ന രീതിയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈം അല്ലേ. ചൈൽഡ് ഫോണോഗ്രാഫി. ദ ഇൻ്റർനെറ്റ് ഹൈലി അബ്യൂസസ് ടു റീച്ച് ആൻഡ് അബ്യൂസ് ചിൽഡ്രൻ സെക്ഷലി വേൾഡ് വൈഡ് ആണ്. ഫോണോഗ്രാഫി ഇന്ന് ഓൾറെഡി ഉള്ളതാണ്. കുട്ടികളിലൂടെ ഫോണോഗ്രാഫി മീൻസ് എന്താണ് ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ട്, അതും സെക്ഷലി. പിന്നെ ഹൗ ഡു ദേ ഓപ്പറേറ്റ്, പിന്നെ ഏത് രീതിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചാൽ കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഉണ്ട്. എങ്ങനെ എക്സാമിന് എഴുതുമ്പോൾ ഇത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്താണ് പോയിന്റ് വൈസായിട്ട് ചെയ്താട്ടാ, കുറച്ച് ഡീറ്റെയിൽഡാണ്. അടുത്ത എന്താണ് ടൈപ്സ് ഓഫ് സൈബർ ക്രൈംസ് തന്നെ. ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്കിങ്, വൈറസ് ഡിസിമിനേഷൻ, കമ്പ്യൂട്ടർ വാൻഡലിസം. ഇതൊക്കെ ജസ്റ്റ് അത്രത്തോളം ഡീറ്റെയിൽഡായിട്ടൊന്നും നിങ്ങൾ എഴുതണ്ട, കാരണം അതൊക്കെ കുറച്ച് നമ്മൾ എന്താണ് ഈ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ സമയത്ത് PPT ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു മോഡലായത് പേപ്പർ പ്രസൻറ്റേഷൻ നടത്തുന്നതാണ്. കാരണം അത് വെച്ച് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പോകുന്നത്. നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ ഇത്രത്തോളം ഡീറ്റെയിൽഡ് ഇതൊന്നും വേണ്ട. ടൈപ്സ് ഓഫ് സൈബർ ക്രൈമിൽ തന്നെ ഹാക്കിങ്ങും എന്താണ് മറ്റേ വൈറസ് അറ്റാക്കും ഇതൊക്കെ എന്താണ് ജസ്റ്റ് അതൊക്കെ ഇട്ട് പോയാൽ മതി നമ്മൾ. ദെൻ എന്താ സൈബർ ക്രൈം ത്രെട്ടൻസ് നാഷണൽ സെക്യൂരിറ്റി. ഇനി എന്താണ് സെക്യൂരിറ്റി എന്നുള്ളത് നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ്. സൈബർ ക്രൈം ആൻഡ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് സൈബർ ക്രൈം നമ്മുടെ സെക്യൂരിറ്റീനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ പാരഗ്രാഫിൽ. പിന്നെ ഒരു ഇതായിട്ട് പാരഗ്രാഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളിങ്ങനെ പാരഗ്രാഫായിട്ട് എഴുതണ്ട, അതിന് പോയിന്റ് വൈസായിട്ട് നിങ്ങൾക്ക് എഴുതാം ഏതൊക്കെ രീതിയിലാണ് ആ ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലൈക്വൈസ് യൂണിയൻ ഹോം മിനിസ്റ്റർ ശിവരി പാട്ടീൽ സെഡ് ദാറ്റ് ദ റൈസിംഗ് ലെവൽ ഓഫ് സൈബർ ക്രൈം ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് എനോർമസ് ത്രെട്ട് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. സോ നമ്മൾ അതെന്ത് ചെയ്യാം, എങ്ങനെ എഴുതാം നമുക്കത്? ഇറ്റ് പ്രിവെയിൽസ് നാഷണൽ സെക്യൂരിറ്റി അല്ലെ എന്താണ് ഇറ്റ് ഹാഡ് ആൻ എനോർമസ് ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി. അങ്ങനെ നമുക്ക് ചുരുക്കി എഴുതാം. അടുത്തത് ഗൂഗിൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഓർക്കുഡ് ഫേസ്ബുക്ക് ഹാവ് ബീൻ പെർഫെക്റ്റിംഗ് അതോറിറ്റി സൈറ്റ് ഓർക്കുഡ് ആൻഡ് ഫാൻ ക്ലബ്സ്
underworld dons like downward Ibrahim and അത് പേരാണ് ഷക്കീൽ and other wanted underworld dons are also doing the round on Orkut. There is a huge potential for damage to national security through the cyber attack. The internet is a means of money laundering and funding terrorism attack is an organized manner. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റിലൂടെ മണി എന്താണ് ടെററിസ്റ്റുകൾ മണി ഫണ്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റിലൂടെ. എന്താണ് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഓർക്കൂട്ടും പോലുള്ള ഓർക്കൂട്ടില്ല നല്ല സോഷ്യൽ മീഡിയസ് ഓർക്കൂട്ടില്ല എന്നുള്ള അത്രത്തോളം അത് ഇപ്പോൾ ഫെമിലിയർ അല്ല അല്ലേ. അപ്പോൾ എന്താണ് ആ രീതിയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് സൈബർ ക്രൈം നടക്കുന്നത് എന്താണ് ഹാക്കിങ്ങിലൂടെ ഒരു സൈബർ ക്രൈമാണ് നടക്കുന്നത്. പിന്നെ എന്താണ് ഈ ATM മീൻസ് എന്താണ് ATM ഫ്രോഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സൈബർ ക്രൈം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് സൈബർ സെക്യൂരിറ്റീനെ ബാധിക്കുന്നതാണ്. നമ്മൾ അറിയുന്ന രീതിയിൽ അത് പോയിൻ്റ് വൈസായിട്ട് ചെയ്യാം. then എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക് ഉണ്ട്. എന്താണ് സൈബർ സെക്യൂരിറ്റി? പ്രൊട്ടക്ഷൻ ഓഫ് സെൻസിറ്റീവ് പേഴ്സൺ ആൻഡ് ബിസിനസ് ഇൻഫർമേഷൻ. ഇനി സൈബർ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് സൈബറിൽ സെക്യൂർഡ് ആക്കി വെക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ പ്രൈവസി പോളിസികളുണ്ടല്ലേ, നമ്മൾ FBയിലും ഇമെയിലും എന്താണ് പ്രൈവസി പോളിസി നമ്മൾ കാണാറില്ലേ, എല്ലാത്തിലും ഉണ്ട്. ഇമെയിലും വാട്സപ്പിലും നമുക്ക് പ്രൈവസി പോളിസി ഉണ്ട്. നമ്മളത് പ്രൈവസി നമ്മളെ കോണ്ടാക്ട്സ് നമ്മൾ മാത്രം കാണുന്ന രീതിയിലൊക്കെ നമ്മൾ ആക്കാറില്ലേ. അതൊക്കെയാണ് അതാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിസേബിൾ ആക്കുക, റിമോട്ട് കണക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിസേബിൾ ആക്കുക, അതായത് സൈബർ സെക്യൂരിറ്റി ഒക്കെ അതൊക്കെയാണ്. ഇനി എന്താണ് അഡ്വാൻറ്റേജസ് ഈ സൈബർ സെക്യൂരിറ്റി എന്താണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി ഉള്ളത് എത്രത്തോളം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അടുത്തൊരു പാരഗ്രാഫ്. അടുത്തത് സേഫ്റ്റി ടിപ്സ് സൈബർ ക്രൈംസ്. എന്താണ് ഈ സേഫ്റ്റി ടിപ്സ്? ഇതൊക്കെ സൈബർ ക്രൈംസ് നടക്കാതിരിക്കാനുള്ള സേഫ്റ്റി ടിപ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. യൂസ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇൻസേർട്ട് വയർവാൾസ്, അൺഇൻസ്റ്റാൾ അൺനെസസറി സോഫ്റ്റ്വെയർ, മെയിൻറ്റെയിൻ ബാക്കപ്പ്, ചെക്ക് സെക്യൂരിറ്റി സെറ്റിംഗ്, ഇതൊക്കെ തന്നെ. സൈബർ ലോ ഓഫ് ഇന്ത്യ. എന്താണ് സൈബർ ലോ ഓഫ് ഇന്ത്യ? അത് നമ്മൾ ജസ്റ്റ് ഇത് ചേർക്കണമെന്നൊന്നുമില്ല, ഇങ്ങനൊരു പാരഗ്രാഫ് ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കൺക്ലൂഷൻ, ഇത് നിർബന്ധമാണ്, കൺക്ലൂഷൻ ഉണ്ടാവണം തീർച്ചയായിട്ടും, ഒരു നല്ലൊരു കൺക്ലൂഷൻ. ഇപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നോക്കുക, ഹൈലി ലൈക്ക് സൈബർ ക്രൈമായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. പിന്നെ ഒരു എൻഡെന്നും കൊടുത്ത് അതിനുശേഷം താങ്ക് യു എന്നും കൂടെ നിങ്ങളെ സ്ലൈഡിൽ ഉണ്ടാവണം. കണ്ടൻറ്റ് മീൻസ് എന്താണ് താങ്ക് യു ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ഒരു 5 മാർക്കിന് തന്നെ 5 മതി എന്ന് പറഞ്ഞപ്പോൾ അതിൽ താങ്ക് യുവും പിന്നെ സ്റ്റാർട്ടിങ് മീൻസ് എന്താണ് പേര് ടൈറ്റിൽ എഴുതിയ ആ ഒരു സ്ലൈഡൊന്നും ഇൻവോൾവ്ഡ് ആവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ 5 വേണമെന്ന് പറഞ്ഞത്. കണ്ടൻറ്റിന് മാത്രമേ ഞാൻ 5 ഉദ്ദേശിക്കുള്ളൂ. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും പുറമെ ഒരു 3 സ്ലൈഡൊക്കെ മതിയാവും നമ്മുടെ എക്സാമിൻ്റെ രീതിയിൽ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അപ്പോൾ എന്താണ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് മൊബൈൽ ഫോൺ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തേത് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ എഴുതി, രണ്ടാമത്തതിൽ എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ചെയ്താൽ അത് നിങ്ങളെ ചോയ്സ്. ഞാൻ മീൻസ് എന്താണ് അത് എഴുതിയാലും എഴുതിക്കില്ല മാർക്കൊന്നും കുറയില്ല. അപ്പോൾ എന്താണ് അടുത്തത് പിന്നെ നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ എന്താണ് ഹിസ്റ്ററി ഓഫ് മൊബൈൽ ഫോൺസ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ എന്താണ് കൊടുക്കേണ്ടത്? മൊബൈൽ ഫോൺ എന്നുള്ളത് എന്തിനാണ്, നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഇത് ഫങ്ഷൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വാട്ട് ഈസ് മൊബൈൽ ഫോൺ എന്നൊക്കെ കുറിച്ച് അതിൻ്റെ ഡെഫിനേഷൻ കിട്ടും നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് ഡെഫിനേഷൻ. അപ്പോൾ ആ ഡെഫിനേഷൻ എഴുതുക. അതിനുശേഷം എന്താണ് ഹിസ്റ്ററി ഓഫ് മൊബൈൽ ഫോൺ. ഇനി ഒരു പക്ഷേ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. കാരണം മൊബൈൽ ഫോണൊക്കെ കുറേ വന്നതാണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തൊന്ന് പോവുക സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മേ ബി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ ഹിൻസൊക്കെ തരാം. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിരിക്കും, ഹിസ്റ്ററിയൊക്കെ കിട്ടും. പിന്നെ അതിന് ശേഷം എന്താണ് ഹിസ്റ്ററി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ്. ഗുണങ്ങളും എന്താണ് നന്മകളും തിന്മകളുമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ യൂസേജ് കഴിഞ്ഞു. പിന്നെ ഫങ്ഷൻസ് ഓഫ് മൊബൈൽ ഫോൺ, അതൊക്കെ ഫങ്ഷൻ ഉണ്ട് അതിൽ നിന്നുണ്ട് എഴുതാം. അതിനുശേഷം എന്താണ് മെറിറ്റ്സ് എഴുതുക. പിന്നെ അടുത്തതിൽ ഡീമെറിറ്റ്സ് എഴുതുക. പിന്നെ ഒരു കൺക്ലൂഷനും കൊടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു പറഞ്ഞ് ഒഴിവാവാം. അത്രയേ വേണ്ടൂ. ഓക്കെ.
അപ്പോൾ നന്നായിട്ടൊരു PPT സ്ലൈഡിൻ്റെ ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യനിൽ വന്ന് കണ്ടിട്ടുണ്ട്. ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ബൈ.